അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 12ാമത്തെ പാഠഭാഗമാണ്. പാഠം 12 ജാമിഅ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. വെല്ലൂരിലുള്ള ഒരു പ്രശസ്ത ദീനീ വിജ്ഞാന കലാലയമാണ് ജാമിഅ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഇതിന് 1.25 ശതാബ്ദം പഴക്കമുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ മദ്രാസ് അഥവാ ചെന്നൈ നഗരത്തിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വെല്ലൂർ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനു മുമ്പ് നവാബുമാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ആർക്കാട് പ്രദേശങ്ങളെ തെക്ക്, വടക്ക് എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു. വടക്കേ ആർക്കാട് ജില്ലയിലെ ഒരു പ്രധാന നഗരമാണ് വെല്ലൂർ. 1881 മുതൽ ദീനീ സേവന രംഗത്തുള്ളതും തെന്നിന്ത്യയിലെ ദീനീ വിജ്ഞാന നവോത്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുകയും പരസഹസ്രം അറബിക് കോളേജുകളുടെയും ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പിറവിയിൽ അനുകരണീയ മാതൃകയാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രശസ്ത കലാലയമാണിത്. പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട എല്ലാ ദീനീ കലാലയങ്ങളുടെയും മാതൃകാ പദവി അലങ്കരിക്കുന്നത് ഈ സ്ഥാപനമായതിനാൽ തെന്നിന്ത്യയിലെ ഉമ്മുൽ മദാരിസ് അതായത് മദ്രസകളുടെ മാതാവ് എന്ന പേരിൽ ഈ മഹൽ സ്ഥാപനം വിശേഷിപ്പിക്കപ്പെടുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മറ്റു വ്യത്യസ്ത രീതിയിലുള്ള ബിദ്അത്ത് ഖുറാഫത്തുകളിലും പെട്ട് കാലം കഴിച്ചിരുന്ന ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങളെ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിൻ്റെ സൽപന്ഥാവിലേക്ക് കൈപിടിച്ചാനയിക്കുന്നതിൽ ബാഖിയാത്ത് നൽകിയത് തിളക്കമാർന്ന സേവനമാണ്. അജ്ഞതാന്ധകാരത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന തെന്നിന്ത്യൻ മുസ്ലിങ്ങളെ സത്യദീനിൻ്റെ ഋജുവായ സരണിയിലേക്ക് വെളിച്ചവും മാർഗദർശനവും നൽകിയ ദീനീ വിജ്ഞാന ദീപസ്തംഭമായിരുന്നു അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. തൽഫലമായി ദക്ഷിണേന്ത്യയിൽ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ കലാലയങ്ങളും അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചാരകരായ മുഴുവൻ പണ്ഡിത ഗുരുക്കളും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ബാഖിയാത്തിനോടും അതിൻ്റെ സ്ഥാപക നേതാവായ മൗലാന അബ്ദുൽ വഹാബ് ഹസ്രത്ത് അവർകളോടും അനിഷേധ്യമായ കടപ്പാടുള്ളവരാണ്. മൗലാന അബ്ദുൽ വഹാബ് ഹസ്രത്ത് ഹിജ്റ 1247 ജുമാദുൽ ഊല 1 ക്രിസ്താബ്ദം 1831 ഒക്ടോബർ 19 ശനിയാഴ്ച വെല്ലൂരിലാണ് ഷെയ്ഖ് അവർകളുടെ ജനനം. തമിഴ്നാട്ടിലെ ആത്തൂർ സ്വദേശിയായ പിതാവ് മൗലാന അബ്ദുൽ ഖാദിർ മൗലവി ഒരു വലിയ മതപണ്ഡിതനായിരുന്നു. പട്ടേൽ മുഹമ്മദ് അമീൻ സാഹിബിൻ്റെ പുത്രി ഫാത്തിമയാണ് മാതാവ്. ഷെയ്ഖ് അവർകൾക്ക് 4 വയസ്സെത്തിയപ്പോഴേക്ക് പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. അനന്തരം മാതാവിൻ്റെ സംരക്ഷണയിലാണ് വളർന്നത്. 13ാം വയസ്സിൽ മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസം വെല്ലൂരിൽ അക്കാലത്ത് പ്രശസ്ത പണ്ഡിതനായിരുന്ന മൗലവി ഹക്കീം സൈനുൽ ആബിദീൻ അവർകളിൽ നിന്ന് ഷെയ്ഖ് അവർകൾ പ്രാഥമിക വിദ്യാഭ്യാസവും യൂനാനി വൈദ്യശാസ്ത്രവും അഭ്യസിച്ചു. 24ാം വയസ്സിൽ ഹിജ്റ 1271 വിദ്യാസമ്പന്നനാർത്ഥം മദിരാശിയിലേക്ക് പുറപ്പെട്ടു. ഗുലാം ഖാദർ മൗലവിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടെ 7 വർഷം പഠനം നടത്തി വിവിധ ദീനീ വിജ്ഞാന മേഖലകളിൽ അവഗാഹം നേടി. ഉപരിപഠനാർത്ഥം മക്കയിലേക്ക്. ഷെയ്ഖ് അവർകളിൽ അന്തർലീനമായിരുന്ന ദീനീ വിജ്ഞാന തൃഷ്ണ അദ്ദേഹത്തെ വീണ്ടും വിദ്യാസമ്പാദനത്തിൻ്റെ സർഗീയ ധരണിയിലേക്ക് തന്നെ നയിക്കുകയുണ്ടായി. ഹറം ഷരീഫിൽ വെച്ച് പ്രശസ്തരായ പല ഗുരുവര്യന്മാരുടെയും ശിഷ്യത്വം സ്വീകരിച്ച് അവരിൽ നിന്ന് വ്യത്യസ്ത കലകളിൽ അഗാധ ജ്ഞാനം നേടി. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഒരു നല്ല ദീനീ വിജ്ഞാന കലാലയം ആരംഭിക്കുന്നതിനുള്ള തുടക്കം എന്നോണം സ്വന്തം വീട്ടിൽ ഒരു ദർസ് ആരംഭിച്ചു. ദർസിലേക്ക് ക്രമാനുഗതമായി വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരുന്നു. പ്രസ്തുത ദർസ് വിശാലാടിസ്ഥാനത്തിലുള്ള ഒരു ദീനീ കലാലയം സ്ഥാപിക്കുവാൻ വഴിയൊരുക്കി. ഒരു തോട്ടത്തിലിരുന്ന് അതിലെ പഴങ്ങൾ പറിച്ചെടുത്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതായി ഷെയ്ഖ് അവർകൾക്ക് ഒരിക്കൽ സ്വപ്നദർശനമുണ്ടായി. പ്രസ്തുത സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് കലാലയം. ഷെയ്ഖ് അവർകളാൽ സ്ഥാപിതമായ വിജ്ഞാന മലർവാടിയിലേക്ക് നാനാ ദിക്കുകളിൽ നിന്ന് വിദ്യ നുകരാനായി വിദ്യാപ്രേമികളുടെ അടങ്ങാത്ത പ്രവാഹം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. തമിഴ്നാടിൻ്റെ നാനാഭാഗങ്ങൾക്ക് പുറമെ
കേരളം, ആന്ധ്ര, കർണാടക, മലേഷ്യ, സിലോൺ, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അജ്ഞതാന്ധകാരത്തിൽ നിന്നും ബിദ്അത്ത് ഖുറാഫത്തുകളിൽ നിന്നും ദക്ഷിണേന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാർഗദർശനം നൽകിയ മാതൃവിജ്ഞാന കലാലയത്തിൻ്റെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെ ദീനീ നവോത്ഥാന നായകനായി മുജദ്ദിദ് ജനൂബുൽ ഹിന്ദ് ഷെയ്ഖ് അവർകളെ ചരിത്രകാരന്മാരിൽ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹിജ്റ 1337 റബീഉൽ ആഖിർ 22 ശനിയാഴ്ച, അതായത് 1919 ജനുവരി 25. ആ മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബാഖിയാത്തു സ്വാലിഹാത്തിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ബഡി മസ്ജിദിൽ കിഴക്കുവശത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഉത്തരം എഴുതുക. വെല്ലൂരിലുള്ള പ്രശസ്ത ദീനീ കലാലയത്തിൻ്റെ നാമം എന്താണ്? ജാമിഅ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. 2. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് വെല്ലൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു? നവാബുമാർ. 3. തെന്നിന്ത്യയിലെ ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏത്? അതിൻ്റെ കാരണമെന്ത്? ഏതാണ്? ജാമിഅ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്താണ് കാരണം? 1881 മുതൽ ദീനീ സേവന രംഗത്തുള്ളതും തെന്നിന്ത്യയിലെ ദീനീ വിജ്ഞാന നവോത്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുകയും പരസഹസ്രം അറബിക് കോളേജുകളുടെയും ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പിറവിയിൽ അനുകരണീയ മാതൃകയാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രശസ്ത കലാലയമാണിത്. അതുകൊണ്ടാണ് അതിനെ തെന്നിന്ത്യയിലെ ഉമ്മുൽ മദാരിസ്, അതായത് മദ്രസകളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4. ബാഖിയാത്തിൻ്റെ തിളക്കമാർന്ന സേവനം വ്യക്തമാക്കുക. എന്താണ് ബാഖിയാത്തിൻ്റെ തിളക്കമാർന്ന സേവനം? അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മറ്റു വ്യത്യസ്ത രീതിയിലുള്ള ബിദ്അത്ത് ഖുറാഫത്തുകളിലും പെട്ട് കാലം കഴിച്ചിരുന്ന ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങളെ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിൻ്റെ സൽപന്ഥാവിലേക്ക് കൈപിടിച്ചാനയിക്കുന്നതിൽ ബാഖിയാത്ത് നൽകിയത് തിളക്കമാർന്ന സേവനമാണ്. അടുത്തത് മൗലാന അബ്ദുൽ വഹാബ് ഹസ്രത്ത് ജനിച്ചത് എപ്പോഴായിരുന്നു? ഹിജ്റ 1247 ജുമാദുൽ ഊല 1, അതായത് ക്രിസ്താബ്ദം 1831 ഒക്ടോബർ 19 ശനിയാഴ്ച വെല്ലൂരിലാണ് ഷെയ്ഖ് അവർകളുടെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരെഴുതുക. എന്താണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര്? തമിഴ്നാട്ടിലെ ആത്തൂർ സ്വദേശിയായ പിതാവ് മൗലാന അബ്ദുൽ ഖാദർ മൗലവി ഒരു വലിയ മതപണ്ഡിതനായിരുന്നു. പട്ടേൽ മുഹമ്മദ് അമീൻ സാഹിബിൻ്റെ പുത്രി ഫാത്തിമയാണ് മാതാവ്. അപ്പോൾ പിതാവാരാണ്? മൗലാന അബ്ദുൽ ഖാദർ മൗലവി. മാതാവാരാണ്? ഫാത്തിമ. അടുത്തത് 7. പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണം എപ്പോഴായിരുന്നു? മഹാനവർകൾക്ക് 4 വയസ്സെത്തിയപ്പോഴേക്ക് പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. 13-ാം വയസ്സിൽ മാതാവും. 4 വയസ്സുള്ളപ്പോൾ വാപ്പ മരണപ്പെട്ടു. 13 വയസ്സുള്ളപ്പോൾ ഉമ്മായും മരണപ്പെട്ടു. 8. വിവരിച്ചെഴുതുക. മൗലാന അബ്ദുൽ വഹാബ് ഹസ്രത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. വെല്ലൂരിൽ അക്കാലത്ത് പ്രശസ്ത പണ്ഡിതനായിരുന്ന മൗലവി ഹക്കീം ഹുസൈനുൽ ആബ്ദീൻ അവർകളിൽ നിന്ന് ഷെയ്ഖ് അവർകൾ പ്രാഥമിക വിദ്യാഭ്യാസവും യൂനാനി വൈദ്യശാസ്ത്രവും അഭ്യസിച്ചു. 24-ാം വയസ്സിൽ ഹിജ്റ 1271 വിദ്യാസമ്പദനാർത്ഥം മദിരാശിയിലേക്ക് പുറപ്പെട്ടു. ഗുലാം ഖാദിർ മൗലവിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടെ 7 വർഷം പഠനം നടത്തി. വിവിധ ദീനീ വിജ്ഞാന മേഖലകളിൽ അവഗാഹം നേടി. 9. മഹാനവർകളുടെ സ്വപ്നദർശനം എന്തായിരുന്നു?
എന്തായിരുന്നു സ്വപ്നദർശനം? ഒരു തോട്ടത്തിലിരുന്ന് അതിലെ പഴവർഗ്ഗങ്ങൾ പറിച്ചെടുത്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതായാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അടുത്തത് 10. മുജദ്ദിദ് ജനൂബിൽ ഹിന്ദ്, നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലാന അബ്ദുൽ വഹാബ് ഹസ്രത്ത്. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.